മഴക്കെടുതികൾ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലായി തുടരുകയാണ്. തിരുവനന്തപുരം പട്ടത്ത് കനത്ത കാറ്റിൽ ഭാഗികമായി തകർന്ന കൂറ്റൻ പരസ്യ ബോർഡ് പൊളിച്ചു നീക്കാനുള്ള ശ്രമം തുടരുകയാണ്. 3 ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ബോർഡ് നീക്കം ചെയ്യുന്നത്. പെട്രോൾ പമ്പിന് സമീപത്തായതിനാൽ പരമാവധി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് നടപടികൾ. തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ രാത്രി വീശിയടിച്ച കാറ്റിലും മഴയിലും 4ഓളം ഹോർഡിംഗ് ബോർഡുകളാണ് തകർന്നത്. പട്ടം സെന്റ് മേരീസ് സ്കൂളിന് സമീപത്തെ കൂറ്റൻ ഹോർഡിംഗ് ബോർഡ് ഭാഗികമായി തകർന്ന നിലയിലാണ്. തൊട്ടടുത്ത് നിൽക്കുന്ന പെട്രോൾ പമ്പിന് ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ബോർഡ് ഭാഗികമായി തകർന്നിരിക്കുന്നത്. 3ഓളം ക്രെയിനുകൾ ഉപയോഗിച്ച് താങ്ങി നിർത്തിയതിനു ശേഷം ഗ്യാസ് കട്ടറുകൾ ഒഴിവാക്കി ഇലക്ട്രിക് കട്ടറുകൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ അഗ്നിരക്ഷാസേന ഈ ബോർഡുകൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിന് അപകട ഭീഷണി ഉയർത്തുന്ന തരത്തിലാണ് ഈ ബോർഡുള്ളത്. കാരണം ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്താൽ തീപിടിക്കാനുള്ള സാധ്യത നിലവിലുണ്ട്. മാത്രമല്ല, ഫയർഫോഴ്സിന്റെ കയ്യിലുള്ള ഭാരമേറിയ ഹൈഡ്രോളിക് കട്ടറുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും ഉയരത്തിൽ നിന്ന് അത് കട്ട് ചെയ്യാനുള്ള സാങ്കേതിക തടസ്സമുണ്ട്. അതിനാൽ ജനറേറ്റർ ഉപയോഗിച്ച് ഈ ഉയരത്തിലേക്ക് ഇലക്ട്രിക് കട്ടറുകൾ എത്തിച്ചാണ് ഈ ബോർഡ് കട്ട് ചെയ്ത് മാറ്റാനുള്ള ശ്രമം നടത്തുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ കട്ട് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അത് സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഉപേക്ഷിക്കുകയായിരുന്നു. നിലവിൽ 3 ക്രെയിനുകൾ ഉപയോഗിച്ച് ഈ ബോർഡ് താങ്ങി നിർത്തിയതിനു ശേഷം ബക്കറ്റ് ക്രെയിൻ ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി ഈ വലിയ കൂറ്റൻ ബോർഡ് കട്ട് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താതെ ഇത്തരത്തിൽ ഭീഷണി ഉയർത്തുന്ന പരസ്യ ബോർഡുകൾ നഗരത്തിൽ പലയിടങ്ങളിലായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവ നീക്കം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ ഉടൻ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം നഗരത്തെ ഒരു ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ വിഴിഞ്ഞത്തേക്ക് പോകുമ്പോൾ അവിടെ മറ്റൊരു വലിയ ആശങ്കയുണ്ട്. കടലിൽ പോയ 2 ബോട്ടുകൾ ഇനിയും മടങ്ങിയെത്താത്തതിനെ തുടർന്ന് വിഴിഞ്ഞത്ത് ആശങ്കയാണ്. 9 പേരാണ് 2 ബോട്ടുകളിലുമായുള്ളത്. ഇതിൽ ഒരു ബോട്ട് ഇന്ധനം തീർന്നതിനെ തുടർന്ന് കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി കോസ്റ്റ് ഗാർഡ് കണ്ടെത്തി. മറ്റു ബോട്ടിനെ കുറിച്ച് ഒരു വിവരവുമില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 3:30-ക്കാണ് വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സഹായമാത ഫാത്തിമബാധ ഇങ്ങനെ 2 ബോട്ടുകൾ കാണാതാകുന്നത്. ഇതിൽ ആകെ 8 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ സഹായമാത എന്ന ബോട്ടിലുണ്ടായിരുന്ന 4 പേർ ഈ ബോട്ടിൽ ഇന്ധനം തീർന്നതിനെ തുടർന്ന് കടലിൽ അകപ്പെട്ട നിലയിൽ കോസ്റ്റ് ഗാർഡ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഇന്ധനം എത്തിച്ച് അവിടെ നിന്ന് ഈ ബോട്ട് തിരികെ കരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് എന്നാണ് സ്ഥലം MLA കൂടിയായ M. വിൻസെന്റും അതോടൊപ്പം കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരും അല്പസമയം മുമ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഫാത്തിമബാധ ബോട്ടിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇനിയും ലഭിക്കാനുള്ളത്. ആശങ്കയുടെ വേലിയേറ്റം തന്നെയാണ്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി ഈ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം മത്സ്യബന്ധനത്തിനായി അവർ വിഴിഞ്ഞത്ത് നിന്ന് പുറപ്പെട്ടത്. പക്ഷേ വളരെ ആശങ്ക ഉളവാക്കുന്ന വാർത്ത വലിയ തിരമാലകൾ ആഞ്ഞടിച്ചതിനെ തുടർന്ന് ബോട്ടുകൾ കാണാതാകുന്ന ഒരു സാഹചര്യം, എവിടേക്ക് പോയി മറഞ്ഞു എന്ന് അറിയാത്തൊരു പശ്ചാത്തലം ഉടലെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ മുഴുവൻ ആശങ്കയിലാക്കുന്ന, വേദന ഉളവാക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. ഇപ്പോൾ ഏറെ പ്രതീക്ഷയോടെ കനത്ത മഴയെ അവഗണിച്ചുകൊണ്ട് ഈ ദേവാലയത്തിന്റെ പരിസരത്തെ കാത്തിരിക്കുകയാണ് അവരുടെ ബന്ധുക്കൾ. അവർ നമ്മളോടൊപ്പം ചേരുന്നു. ആരാണ് നമ്മൾ കാണാതായ? സഹോദരനാണ്. പേര് ജോണി, 8-ാം ജോണി. ഫാത്തിമബാധ ബോട്ടിലാണോ? ഫാത്തിമബാധ ബോട്ടിലാണ്. ഇന്ന് 3 ദിവസം കൊണ്ട് അവരെ കാണുന്നില്ല. അവരെവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റണില്ല. ബാക്കിയുള്ള മക്കളെല്ലാം വന്ന് ചേർന്നുകൊണ്ടിരിക്കണമെന്ന് പറയണ ഇവരുടെ ഒരറിവും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഞങ്ങള് മുക്കോല താമസിക്കുന്നു. മുക്കോലയാണ് ഞങ്ങൾ താമസിക്കുന്ന ഒരു അനുജത്തിയുടെ ബോട്ടിലാണ് പണിക്ക് പോയത്. അനുജത്തിയുടെ ബോട്ടിലാണ് ഈ 4 സഹോദരങ്ങളും പോയിരിക്കുന്നത്. എവിടെയെങ്കിലും ഏത് കരക്കെത്തിയോ ഏത് പാതാളത്തിൽ കിടക്കണോ കണ്ടെത്തി കൊണ്ട് തരാൻ ഗവൺമെന്റിന്റോടെ പറയും. എവിടെ കിടക്കണമെങ്കിലും കൊണ്ടു തരാൻ വേണ്ടി ഞങ്ങളെ സഹോദരങ്ങളെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദിവസം 3 കഴിഞ്ഞ് 3 ദിവസം കൊണ്ട് അവര് വെള്ളത്തിൽ കിടന്ന് നീന്തല്ലേ. കൊണ്ടുവരാൻ പറയേ, കൊണ്ടുവരാൻ പറയാ. ഇതാണ് ആശങ്കയുളവാക്കുന്ന സാഹചര്യം. അന്വേഷണം പല വഴിക്ക് നടക്കുന്നുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പലുകൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി വിഴിഞ്ഞം തീരത്ത് നിന്ന് ഉൾക്കടലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിശോധനയിലൂടെ മാത്രമേ ഈ എവിടെയാണ് ഈ ഫാത്തിമബാധ എന്ന
ബോട്ട് ഉള്ളത് എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന നിഗമനത്തിലാണ് കോസ്റ്റ് ഗാർഡ് ഉള്ളത്. പക്ഷേ ഇപ്പോൾ നേരിടുന്ന ഒരു പ്രതിസന്ധി പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുന്നു. അതിശക്തമായ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നു. കടലാക്രമണ ഭീഷണി പല മേഖലകളിലും നിലനിൽക്കുന്നു. അതിനിടയിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഈ ഒരു ഘട്ടത്തിൽ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് കോസ്റ്റ് ഗാർഡ് അധികൃതർ അറിയിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ 2 കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ പരിശോധന തീരത്ത് നിന്നൊരു 4 നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശത്ത് ഇപ്പോൾ കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പ്രതീക്ഷയ്ക്ക് വകയുള്ള ഒരു വാർത്ത കേൾക്കാനുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ് ദിവസങ്ങളായി ഈ കാണാതായ ബോട്ടിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.